Yeah, fine. And guys, നമ്മുടെ സൈബർ സെക്യൂരിറ്റി ബൂട്ട് ക്യാമ്പിന്റെ തേർഡ് ഡേ ആണെന്ന്. ആൻഡ് ഹിയർ വി ഹാവ് സുഫിയാൻ സെയ്ദ് ഷാ, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ. ആൻഡ് ചേട്ടാ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഹലോ. ഹലോ, ഞാൻ ഓഡിയബിൾ ആണോ? അതെ ചേട്ടാ, കേൾക്കാം. ഓക്കെ. ഞാൻ സുഫിയാൻ സെയ്ദ് ഷാ. ഞാൻ വർക്ക് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിട്ടാണ്, ട്രിവാൻഡ്രത്ത് തന്നെ. നിങ്ങളുടെ 2 സെഷൻസ് എടുത്തിട്ടില്ലേ, അനിരുദ്ധ ആൻഡ് ജിജിത്ത്, അവൻ്റെ അതേ കമ്പനിയിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. സോ ഞങ്ങളുടെ ബേസിക്കലി ഒരു പെൻട്രേഷൻ ടെസ്റ്റിംഗ് ആണ് ഞങ്ങൾ 3 പേരും ചെയ്യുന്നത്. സോ ഇന്നത്തെ സെഷന് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ. ഷെയർ ചെയ്യാനുള്ളത് ബ്ലോക്കായി കിടക്കുകയാണ്. ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് CTFs, അതേപോലെ കരിയർ പാത്ത്, പിന്നെ AI ഇൻ സൈബർ സെക്യൂരിറ്റി. സോ ആർക്കെങ്കിലും CTF എന്താണെന്ന് അറിയോ? എവിടെയെങ്കിലും കേട്ടതായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അറിഞ്ഞതായിട്ടോ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ടോ ഉള്ള പരിചയമുണ്ടോ എന്താന്നുള്ളത്? ക്യാപ്ചർ ഫ്ലാഗ്. ഓക്കെ, ഫൈൻ. അപ്പൊ ചിലർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് തിയറി, അതായത് ഒന്നെങ്കിൽ വായിക്കുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വായിച്ച് നോക്കി പഠിക്കുന്നതിന് പകരം കൂടുതലും എളുപ്പം നമുക്ക് എന്താണ് ലാബ്സ് ചെയ്യലാണ്. അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡിൽ എങ്ങനെയാണ് നമ്മൾ ആക്ടിങ്, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഹാക്കിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഒരിക്കലും ഈ വായിച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബേസിൽ വരുന്നതാണ് ക്യാപ്ചർ ദി ഫ്ലാഗ്സ്. അതായത് കുറച്ച് ഫ്ലാഗ്സ് എല്ലാം ഇടണാക്കി വെച്ചിട്ട് നമ്മൾ റിയൽ വേൾഡിൽ എങ്ങനെയാണോ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഒരു ഫ്ലാഗ് റീഡ് ചെയ്തിട്ടിടും, എന്നിട്ട് അത് നമ്മൾ ഓരോ പിഴവുകളും ചാടിയിട്ട് ആ ഒരു ഫ്ലാഗ് റീഡ് ചെയ്യുന്നതാണ് ക്യാപ്ചർ ദി ഫ്ലാഗ് എന്ന പരിപാടി. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീടുണ്ടെന്ന് വിചാരിക്കാം. ആ വീടിൻ്റെ അകത്ത് ഒരു ചെറിയ റൂമുണ്ട്. ആ റൂമിൻ്റെ അകത്ത് നമുക്കൊരു ആവശ്യമുള്ള ഒരു സാധനമുണ്ട്. അപ്പം ആസ് പെർ പെർസ്പെക്റ്റീവ് തീഫ് എന്ന നിലക്ക് നമ്മൾ ആ റൂമിലോട്ട് എങ്ങനെ കയറാൻ നോക്കും. അത് ഒരിക്കലും നമുക്ക് വായിച്ച് നോക്കിയിട്ട് കിട്ടൂല. അപ്പം നമ്മൾ എന്ത് ചെയ്തും, ആ വീട്ടിലോട്ട് കിടക്കാനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും നോക്കിയിട്ടാണ് അതിൻ്റെ അകത്ത് കയറുക, അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ രീതിയിലേക്കും വേണ്ടിയിട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബോക്സസ് ആണ് CTFs. നമുക്ക് ഈ CTFs ഉള്ള എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു സംഗതി നമ്മളൊരു ആക്കർ പെർസ്പെക്റ്റീവിൽ എങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യാം എന്നുള്ളതിലാണ് ഈ CTFനോട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതുപോലെ ആക്കർ പെർസ്പെക്റ്റീവിൽ എങ്ങനെയൊക്കെ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിലായിരിക്കും, ഇമ്പ്രൂവ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനാണ് ഈ CTFs ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പം അതൊരു പ്രാക്ടിക്കൽ ആയിരിക്കും, അതേപോലെ സേഫ് ആൻഡ് ലീഗൽ ആയിരിക്കും, പിന്നെ വെരി ക്ലോസ് ടു റിയൽ പെൻ ടെസ്റ്റിംഗ്. അതായത് നമ്മുടെ ഒരു നോർമലി റിയൽ ലൈഫിൽ എങ്ങനെയാണോ PT ചെയ്യുന്നത് അതുപോലെ ഒരു ഏറെക്കുറെ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ CTF ബോക്സ് സോൾവ് ചെയ്യാനും നോക്കാം. പിന്നെ അത് കുറച്ച് ഫൺ പരിപാടിയാണ്. അതായത് കുറച്ച് ക്ലൂവും കാര്യങ്ങളൊക്കെ തന്നിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് CTFs. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ CTFs യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സേഫ് ആയിട്ട് ഒരു ഫ്ലാഗ് കണ്ടെത്തുക, അല്ലെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു അറ്റാക്കിംഗ് പെർസ്പെക്റ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക,
പിന്നെ ഇപ്പം സൈബർ സെക്യൂരിറ്റി ജോബ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ വേൾഡ് ആയിരിക്കും. അതായത് ഒരു ജോബ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഫുള്ള് നമ്മൾ റിയൽ വേൾഡ് ബേസിലായിരിക്കും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. എന്ത് എക്സ്പീരിയൻസ്? ലൈക്ക് നമ്മളിങ്ങനെ ഫ്ലാഗ് എടുത്തതായിട്ടോ അല്ലെങ്കിൽ കുറെ എങ്ങനെ മെക്കാനിസം ഉണ്ടാവും, ഇങ്ങനെ തന്നെ സാധനങ്ങളിലോ പോയി കഴിഞ്ഞാലാണ് ആ സാധനം കിട്ടുക, അങ്ങനത്തെ കുറെ മെക്കാനിസം ഉണ്ടാവും. അപ്പം അതിലൊക്കെ നമുക്ക് പരിചയം ആവണം, എന്നാലേ നമുക്ക് കിട്ടുന്ന വർക്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് CTFs ഹോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ഷാർപ്പൻ തിങ്കിങ്, നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം മൈൻഡ് സെറ്റ് നമുക്ക് അതിൽ വരും. കളിച്ച് ഓരോ ബോക്സും ഫില്ല് ചെയ്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി വരാനുണ്ട്. ഇതിങ്ങനെ ഓരോ ബോക്സും പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത ലെവലിലോട്ട്, ഇപ്പൊ ഗെയിം കളിക്കുന്ന പോലെ തന്നെ നമ്മൾ സിമ്പിൾ ഗെയിം കളിക്കുന്ന സമയത്ത് ലെവൽ 1 കഴിഞ്ഞിട്ട് നമ്മൾ ലെവൽ 2 കിടക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അടുത്ത എന്താന്നുള്ളത്. ആ ഒരു ബേസ് ഒരു ഫൺ പരിപാടിയാണ് CTFs. ഇത് വെബ് ബേസ്ഡ് ആയിട്ടുണ്ട്, ഇൻഫ്രാ സൈഡിലായിട്ടുണ്ട്, ക്രിപ്റ്റോ സൈഡിലായിട്ടുണ്ട്, അങ്ങനെ പല സൈഡിലായിട്ടും ഈ CTF ബോക്സസ് ഇൻക്ലൂഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെവലപ്പർ അറ്റാക്കർ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് CTFs ഇംപ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ട് CTFസിന് വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു CTF എന്നുള്ളത് വെബ് ബേസ്ഡ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് ബേസ്ഡ് ഉണ്ട്, ഫോറൻസിക് ബേസ്ഡ് ഉണ്ട്. ഓക്കെ, ഈ വെബ് ബേസ്ഡിൽ തന്നെ റിക്കോൺ പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റത്തെ പാർട്ട് ഉണ്ട്. റിക്കോൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ആ വെബ്സൈറ്റിനെ കുറിച്ച് പഠിക്കുക, ആ വെബ്സൈറ്റിൽ എവിടെയൊക്കെ ഹോസ്റ്റ് ചെയ്തെന്ന് അറിയാം, ആ വെബ്സൈറ്റിന്റെ ഏതൊക്കെ URLs പുറത്ത് പോയിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടാവുന്നത്, ഡോർക്ക് രൂപത്തിൽ എങ്ങനെയാണ് വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ 3 കോമൺ ടൂൾസ് ആണ് ഞാൻ പറയുന്നത്. റിക്കോൺ ഉണ്ട്, അതിൻ്റെ അകത്ത് വെബ് ടെസ്റ്റിങ്ങിന്റെ ഉണ്ട്, പിന്നെ ഫോറൻസിക്കിന്റെ ഉണ്ട്. റിക്കോൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു IP അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്കൊരു സോഴ്സ് കിട്ടിയെന്ന് വിചാരിക്കാം, ഇന്റർണൽ സോഴ്സ് കിട്ടിയെന്ന് വിചാരിക്കാം. ആ സോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നതിനാണ് റിക്കോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ റിക്കോൺ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് Nmap എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു IP അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡൊമൈൻ കിട്ടിയ ഡൊമൈനിൽ പോർട്സ് എനേബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പോർട്സ് ലിസണിങ് ആണോ ഇല്ല എന്നൊക്കെ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഏതൊക്കെ സർവീസ് ആണ് അതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നത്, ആ സർവീസിന്റെ അകത്തിന്റെ വേർഷൻസ് ഉണ്ടോ, ആ വേർഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വൾനറബിലിറ്റീസ് കണ്ടെത്താൻ പറ്റുണ്ടോ എന്നൊക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ Nmap യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോബസ്റ്റർ നമ്മൾ ഫസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ബഗ് ഉണ്ട്. അത് എന്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് നേരത്തെ, ആ വെബ്സൈറ്റിന്റെ ലോക്കൽ ഡയറക്ടറീസ് ഒക്കെ നമുക്ക് ഫസ് ചെയ്തതിലൂടെ കിട്ടും. ആ ഫസ് ചെയ്യാൻ യൂസ് ചെയ്ത ടൂൾസ് ആണ് ഗോബസ്റ്റർ ആൻഡ് പഫ്. സിമ്പിൾ ടൂളാണ്, ഇറ്റ്സ് ലൈക്ക് എ പൈത്തൺ ബേസ്ഡ് ടൂൾ. അത് നമുക്ക് ഏതൊരാൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫസ്. പിന്നെ നമ്മൾ വെബ്സൈറ്റിലോട്ട് കിടക്കുകയാണെങ്കിൽ, അത് വെബ് ടെസ്റ്റിങ്ങിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് ബേസിക്കലി UI ബഗ്സ് ഉണ്ട്. ആഫ്റ്റർ ഓൾ UI ബഗ്സ് ദർ ആർ ലോട്ട്സ് ഓഫ് API ബഗ്സ്. ആ API ബഗ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ APIs, അതായത് ഡാറ്റ എങ്ങനെയാണ്, അതായത് ഈ ഒരു യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ യൂസറിന്റെ അടുത്ത് ഡാറ്റ എങ്ങനെയാണ് തിരിച്ചെത്തുന്നത് നമുക്ക് കറക്റ്റ് ഒരു ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഇൻപുട്ട് എങ്ങനെ ബാക്കെൻഡ് പോകുന്നു, ആ ബാക്കെൻഡിൽ നിന്ന് എങ്ങനെ ഡാറ്റ നമുക്ക് എടുത്തു വരുന്നത് നമുക്ക് അറിയണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെബ്സ്യൂട്ട്. അതായത് ഒരു പ്രോക്സിയാണ്. നമ്മൾ ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പോകുന്ന ഡാറ്റ മൊത്തം കളക്ട് ചെയ്യുന്നത് ഒരു പ്രോക്സി പോലെ സെറ്റപ്പാണ് വെബ്സ്യൂട്ട്. അറ്റാക്കർ, അതായത് സൈബർ സെക്യൂരിറ്റിയിലോട്ട് കിടക്കുന്ന ഏതൊരാൾക്കും ബേസ് അറിയാവുന്ന ഒരു സാധനമാണ് വെബ്സ്യൂട്ട്. ആൻഡ് ബ്രൗസർ ഡെവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ Ctrl+Shift+I നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്പെക്ട് വരും. അതിൽ നമുക്ക് കാണാൻ പറ്റും, ഡീബഗ് ചെയ്യാൻ പറ്റും, കൺസോൾ കാണാൻ പറ്റും, നെറ്റ്വർക്ക് കാണാൻ പറ്റും, വെബ് പേജ് നമുക്ക് ജസ്റ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ എന്തെങ്കിലും ടെമ്പററി മോഡിഫൈ, നമുക്ക് UA എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ട് ആക്കാൻ പറ്റുന്നത്. ഈ നെറ്റ്വർക്ക് എന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ APIs ഉണ്ടല്ലോ, ആ APIs നമുക്ക് എഡിറ്റ് ചെയ്യണം വിചാരിക്കാം. അപ്പോൾ ഒരു റിക്വസ്റ്റ് അയച്ച്, ഫ്രണ്ടിൽ നിന്ന് റിക്വസ്റ്റ് അയച്ച് നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഏത് വെബ്സ്യൂട്ടിൽ നിന്ന്. അത് നമുക്ക് ഡെവ് ടൂൾസിന് പറ്റൂല. വെബ്സ്യൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളായത് വേണ്ട രീതിക്ക് നമുക്ക് ആ റിക്വസ്റ്റിനെ എഡിറ്റ് ചെയ്തിട്ട് നേരെ യൂസറിലേക്ക് എത്തിക്കാനുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും വെബ്സ്യൂട്ടിൽ. ഫോറൻസിക്കിൽ വരുന്നതാണ് നമ്മളുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എൻകോഡിങ് ഡീകോഡിങ് പരിപാടീസ്. സോ എൻകോഡിങ് ഡീകോഡിങ് പരിപാടീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ഡാറ്റ, അപ്പം ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ വെച്ചിട്ട് എല്ലാ മോഡേൺ വെബ്സൈറ്റ്സും എല്ലാ മോഡേൺ DBസും എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പൊ ആ എൻക്രിപ്ഷനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ആസ് എ അറ്റാക്കർ പെർസ്പെക്റ്റീവ് നമ്മൾ ഏത് തരം എൻക്രിപ്ഷൻ ആണെന്ന് അറിയണം.
ആ എൻക്രിപ്ഷൻ എങ്ങനെ ഡിക്രിപ്റ്റ് ചെയ്യാന്ന് അറിയണം. അത് ഏതൊക്കെ രീതിയിലാണ് ഒരു അസാൾട്ട് ആക്കി വെച്ചിരുന്ന അറിയണം. സോ അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഫോറൻസിക്കിനായിട്ട് നല്ല ടച്ച് വേണം. സോ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് CTFs. ഓരോന്നും ഓരോ രീതിയിലുള്ള ചലഞ്ചസ്. അപ്പോൾ ഓരോന്ന് കഴിയും തോറും നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് കിടക്കും തോറും ഇത് മനസ്സിലാവും. ഇത് ഇങ്ങനെയാണ് സെറ്റപ്പ്, സോ ഇങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതേപോലെ റിവേഴ്സ് എഞ്ചിനീയർ എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു APK കിട്ടി, ആ APK തിരിച്ച് പൊളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു .apk ഫയൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ .apk ഫയൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് കിട്ടുന്ന ഒരു APK ഫയൽ ആയിരിക്കും, പക്ഷെ ആ APK ഫയലിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇഡ്രിൻ കട്ട്റൂം. സോ അത് സിമ്പിൾ ടൂൾ ആണ്. നമുക്ക് ജസ്റ്റ് ആ APK ഇട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ മനസ്സിലാവും, ഏതൊക്കെ സോഴ്സസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് നടക്കുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തത്, വിച്ച് മീൻസ് ഫ്ലട്ടർ ആണോ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിന്റെ കീ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ടൂൾസ് ചേഞ്ച് ചെയ്യാം, പക്ഷെ നമ്മൾ ഫോക്കസ് ആയിരിക്കുന്നതാണ് ഇതിന്റെ മെയിൻ തിങ്. അതായത് ഓരോ ടൂൾസ് ഇപ്പം പല രീതിയിലും പല ആൾക്കാരും പല രീതിക്ക് ചെയ്യുന്ന ടൂൾസുകൾ ഉണ്ടാവും. ഓരോ അഭിപ്രായം, ലൈക്ക് ഇപ്പൊ ഗോല എഴുതുന്ന ആൾക്കാരുണ്ടാവും, പൈത്തൺ എഴുതുന്ന ആൾക്കാരുണ്ടാവും, ജാവയിൽ എഴുതുന്ന ആൾക്കാരുണ്ടാവും. സോ നമ്മളുടെ ബേസിക്, അതായത് ഇന്ന സാധനമാണ് ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ടൂളുകൾ എഴുതാൻ പറ്റും. ഇപ്പൊ നമുക്കും പൈത്തൺ ടൂളുകൾ എഴുതാൻ പറ്റും, ഗോല എഴുതാൻ പറ്റും, സിമ്പിൾ ആണ്. ഇപ്പം ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ടാവണം, ഇന്ന സാധനങ്ങളാണ് ഇതിൽ നടക്കുക എന്നുള്ളത്. മീൻസ് ഇങ്ങനെ APK വന്നാൽ ആദ്യം APK ബഗ്സ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതാം, ടൂൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഗിറ്റബിൽ ഇടാം. അത് പലർക്കും ഉപകാരപ്പെടും ചെയ്യും, ഔട്ട്സോഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ Nmap പോലെ അല്ലെങ്കിൽ ഗോബസ്റ്റർ പോലത്തെ ടൂളുകൾ നിങ്ങൾക്ക് എഴുതാം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ChatGPT ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും ഓരോ ടൂൾസുകൾ എഴുതിയിട്ട് ഇടാവുന്നതാണ്. ഇനി അതായത് നമ്മൾ CTF പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് CTFs എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ചേട്ടാ, ഗോബസ്റ്ററിനെ കുറിച്ച് ഒന്നുകൂടെ പറയുമോ? ഗോബസ്റ്റർ സിമ്പിൾ ടൂൾ. ഇപ്പൊ ഡയറക്റ്റ് ലിസ്റ്റിംഗ് കേട്ടിട്ടുണ്ടോ? ഡയറക്റ്റ് ലിസ്റ്റിംഗ് സംഭവം നമ്മളുടെ സ്റ്റാറ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഐക്കോൺ ഫിക്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. സോ അതിന്റെ ഒരു ഡയറക്റ്റ് ലിസ്റ്റിംഗ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗോബസ്റ്റർ. മീൻസ് ഞാൻ കാണിച്ചത് അതിന്റെ സ്ക്രീൻ ഇപ്പം കാണുന്നുണ്ടോ? ഇല്ലല്ലേ? മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തന്നാൽ മതിയോ? ഗിറ്റബിന്റെ ലിങ്ക്. ചേട്ടാ, ഇതുപോലെ ഗോബസ്റ്റർ ടൂൾ നമ്മൾ ChatGPT വെച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കോഡിന് കോപ്പിറൈറ്റോ അങ്ങനെ എന്തെങ്കിലും വരുമോ? ഇല്ല. ഗിറ്റബിൽ പോയി ഞാൻ കാണിച്ചു പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ഗോബസ്റ്റർ ടൂള്. ഇതിനെ നിങ്ങൾക്ക് ഫോർക്ക് ചെയ്യാം, അതായത് നിങ്ങളുടെ ഇതിലോട്ട് മാറ്റാം, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ പേരിൽ. ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട് ഗോബസ്റ്റർ എന്ന ടൂള്. അത് എഴുതിയത് ഗോലാണ്. സീൻ ടൂളാണ്. അതേപോലെ ഇത് അടിപൊളി ടൂളാണ്. ഇത് നമുക്ക് ചില വെബ്സൈറ്റിന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചിലപ്പം റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ചില വെബ്സൈറ്റുകൾ നമ്മൾ റിക്വസ്റ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ അധികം റിക്വസ്റ്റ് നമുക്ക് അയക്കാൻ പറ്റാത്ത രീതിക്ക് വരും. ഈ ഗോബസ്റ്റർ ഈ ഫഫ് എന്നൊക്കെ പറഞ്ഞ സാധനം കൺകറന്റ് ആയിട്ട് റിക്വസ്റ്റ് അയക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഫവിലും ഗോബസ്റ്ററിലും ഒക്കെ നമുക്ക് ഒരു സെക്കൻഡിൽ ഇത്ര റിക്വസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് മുഖേന നമുക്ക് ആ ഒരു ബ്ലോക്കിംഗ് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വേർഡ് ലിസ്റ്റ് നമുക്ക് അതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോർമൽ ഓല് തരുന്ന വേർഡ് ലിസ്റ്റ് പോരാന്ന് വിചാരിക്കാം. സോ നമുക്ക് സ്വന്തമായിട്ട് ഒരു വേർഡ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ സെറ്റ് ലിസ്റ്റിന്റെ വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേർഡ് ലിസ്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ ഇത് കിട്ടാണ്, മീൻസ് നമുക്ക് കിട്ടാവുന്ന സ്കോപ്പ് കുറച്ചും കൂടി കൂടാ. ക്ലിയർ ആണോ ഗോബസ്റ്റർ എന്നുള്ളത്? ഇനി ഈ CTFs ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്താണ് ട്രൈആക്മി, ആക്ടബോക്സ്, പോർട്ട്സുഗർ ആൻഡ് പിക്കോ CTF. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബിഗിനർ ലെവലിലെ ഏറ്റവും ബേസിക് ആയിട്ട് ട്രൈആക്മിയാണ്. ട്രൈആക്മി ലിങ്ക് ഞാൻ അയച്ചുതരാം.
നമ്മുടെ സ്കില്ല് ഏറ്റവും കൂടാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഓക്കെ, ഇതെന്തായാലും ആസ് എ സൈബർ സെക്യൂരിറ്റി ആൾക്കാർ യൂസ് ചെയ്യണം, എന്നാലും നമ്മുടെ സ്കില്ലും നമ്മുടെ പ്രോബ്ലം സ്കില്ലും സോൾവിങ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 4 കാര്യങ്ങളുള്ളത്. ട്രയാക്മി ഉണ്ടാവും, ആക് ദ ബോക്സ് ഉണ്ടാവും, പോർട്സിഗർ ഉണ്ടാവും. ഈ ട്രയാക്മി ബേസിൽ നമുക്ക് ഇൻഫ്ര ലെവലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സംഭവം അടിപൊളിയാണ്. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്ന ഒരു ചലഞ്ചസാണ് ട്രയാക്മി. അതിൽ നമുക്ക് വാക്ക് ത്രൂസ് ഉണ്ടാവും, പക്ഷെ മാക്സിമം വാക്ക് ത്രൂസ് നോക്കാണ്ട് കളിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അഥവാ സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ മാത്രം വാക്ക് ത്രൂസ് നോക്കുക. വാക്ക് ത്രൂസ് ഒരുപാട് നെറ്റിൽ കിടക്കുന്നുണ്ട്, പക്ഷെ സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ മാത്രം വാക്ക് ത്രൂ നോക്കുക. അതുപോലെ ആക് ദ ബോക്സ് ബിഗിനർ എന്ന നിലയ്ക്ക് കുറച്ച് ടഫാണ്. പിന്നെ പോർട്സിഗർ ഉള്ളത് ബേസിക്കലി വെബ് ബേസ്ഡ് കാര്യങ്ങൾക്ക് മാത്രമാണ് പോർട്സിഗർ ഉള്ളത്. വെബ് ലാബ്സ് ആണ് കൂടുതലുള്ളത്. ബട്ട് കിള്ളം ചലഞ്ചേഴ്സ് ആണ്, എല്ലാവരും കയറി നോക്കണം, എന്തായാലും നോക്കണം. ഇനി ഇതെങ്ങനെയാണ് നമ്മളൊരു സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ CTF കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് വെബ് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വെബ് ബേസ്ഡ് മാത്രം പഠിച്ചാൽ മതി, വെബിന്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ്. ആക്ച്വലി ശരിക്ക് വേണ്ടത് നമുക്ക് ഇൻഫ്ര അല്ലെങ്കിൽ നെറ്റ്വർക്ക്, അതിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ മീൻസ് ഫണ്ടമെന്റൽ ഐഡിയാസ് നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പുതിയ സാധനം വരികയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കത്തും. ഇതിനാണ്, അല്ലെങ്കിൽ ഇതിന്റെ റോൾ അതാണ്, അല്ലെങ്കിൽ ആ ഒരു സാധനം വരുന്നതിന് അതിന് കൊടുക്കാൻ പറ്റുന്ന റോള് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം വേണ്ടത് നമ്മളെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നെറ്റ്വർക്കിങ്ങിന്റെ ബേസിക്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ ലിനക്സ് യൂസേജ്, നമ്മളെ മിക്കവാറും നമ്മൾ സൈബർ സെക്യൂരിറ്റി സ്റ്റുഡൻസ് ഒരിക്കലും വിൻഡോസിലോട്ട് പോകില്ല. കാരണം നമുക്ക് ഏറ്റവും ഫ്രണ്ട്ലി ടു യൂസ് ലിനക്സ് ആണ്. നമുക്ക് എന്ത് സാധനങ്ങൾ വേണ്ടി കയറ്റാനും അല്ലെങ്കിൽ എന്ത് സാധനം വർക്ക് ചെയ്യിപ്പിക്കാനും ഏറ്റവും സുഖം ലിനക്സ് ആണ്. സോ ഈ ലിനക്സിന്റെ ഫണ്ടമെന്റ്സ്, ബേസിക് കമാൻഡ്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ലിനക്സ് ഈസ് പവർഫുൾ OS ആണ്, ഏറ്റവും അടിപൊളി OS ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് യൂസർ ഫ്രണ്ട്ലി OS ആണ് ലിനക്സ്. നമ്മൾ വേണ്ട രീതിക്ക് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. നമുക്ക് വേണ്ട ആവശ്യമുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളെ ഡിപ്പെൻഡൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു OS ആണ് ലിനക്സ്. അപ്പൊ ലിനക്സിന്റെ ഫണ്ടമെന്റ്സ് യൂസേജ് അറിയാം, നെറ്റ്വർക്കിന്റെ ബേസിക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാം. പിന്നെ HTTP കൺസെപ്റ്റ്, അതായത് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് അതിന്റെ റിക്വസ്റ്റ് ഹെഡേഴ്സ് ഉണ്ടാവുമല്ലോ, സെക്യൂരിറ്റി ഹെഡേഴ്സ്, അതും നിർബന്ധമാണ്. നമ്മൾ സെക്യൂരിറ്റി ഹെഡേഴ്സ് ഒക്കെ പഠിക്കണം, എന്തായാലും പഠിക്കണം. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണ് ഒരു ഡാറ്റ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാറ്റ നമുക്ക് വ്യൂ ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ വൾണറബിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ HTTP വെബ് കൺസെപ്റ്റ്സ് ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ബേസിക് സ്ക്രിപ്റ്റിംഗ്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ടൂളിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ ഓവറായിട്ട് വലിയ ടൂളുകൾ ആദ്യം തന്നെ എഴുതി തുടങ്ങാണ്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് സ്ക്രിപ്റ്റ്സ് ഉണ്ടാവും, പൈത്തണിലോ ബാഷിലോ, അതിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ കൺസിസ്റ്റൻസി ആണ് മെയിൻ. നമ്മൾ ആദ്യം എനിക്കും പണ്ടുണ്ടായിരുന്നു, ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് കൺസിസ്റ്റൻസി അല്ലേ, അതായത് ഈ ചലഞ്ചസ് കിട്ടുന്ന സമയത്ത്, ചലഞ്ചസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റാത്ത സിറ്റുവേഷൻ വരും. നമ്മൾ ചിലതൊക്കെ പൊട്ടിച്ച് കയറുന്ന സമയത്ത് അന്ന് ChatGPT ഒന്നും ഇല്ലല്ലോ, സോ ചോദിക്കാനും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ പൊട്ടിക്കാത്ത സമയത്ത് നമുക്കൊരു ഇത് നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരു സാധനം വരും. സോ ആ ഒരു സാധനം ഇല്ല അവിടെ കൺസിസ്റ്റൻസി ഉണ്ടോ നമുക്കത് ബീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ അത് ഇങ്ങനെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ അടുത്ത വഴി നോക്കുക. നമുക്ക് ചടക്കാണ്ട് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ആ സാധനം ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ സ്കിൽസ് കൂടുള്ളൂ, മീൻസ് സോൾവിങ് സ്കിൽസ് കൂടുള്ളൂ. അതേമാതിരി ഇപ്പൊ ഒരു സമയത്ത് ഒരു പൊട്ടിക്കാൻ പറ്റില്ല, അപ്പൊ നിങ്ങളിൽ 30 വഴികൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 30 വഴികൾ നിങ്ങൾ പഠിക്കുകയാണ് അടുത്തതിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട്. ഹലോ, ഓക്കെ കേട്ടോ.
ഹലോ ഹലോ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞത് അപ്പം കൺസിസ്റ്റൻസി ആണ് നമ്മുടെ മെയിൻ സാധനം. കൺസിസ്റ്റൻസി ചെയ്തുകൊണ്ടേ നിൽക്കുക. നമ്മൾ ഒരു വട്ടം കിട്ടൂല, 3 വട്ടം കിട്ടൂല, 4 വട്ടം കിട്ടൂല, സ്റ്റിൽ ട്രൈ ടു ഡു അനദർ സ്റ്റെപ്പ്. മറ്റേ വിദ്യാർത്ഥി വിളിക്കാം. ഓക്കെ, സോ അടുത്ത് നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റി, കരിയർ ഓപ്പർച്യൂണിറ്റി ഇൻ സൈബർ സെക്യൂരിറ്റി, ഇത് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരുപാട് രീതിക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. പക്ഷെ അതിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സോക്ക് അനലിസ്റ്റ്, പെൻട്രേഷൻ ടെസ്റ്റിംഗ്, സെക്യൂരിറ്റി അനലിസ്റ്റ്. ഈ സോക്ക് എന്ന അനലിസ്റ്റ് എന്ന് യൂസ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. ഇറ്റ്സ് ലൈക്ക് എ മോണിറ്ററിങ് പരിപാടിയാണ്. ലൈക്ക് നമ്മളൊരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ഒരു സംഗതിയിലോട്ട് അവിടേക്ക് വരുന്ന ഡാറ്റനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡാറ്റയിൽ എന്തെങ്കിലും വള്ളബിൾ ഉണ്ടോ, അല്ലെങ്കിൽ ലൂപ്പ് എന്തെങ്കിലും വൈറസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അലേർട്ട് അടിക്കുക, അതിന്റെ സിസ്റ്റം ലോഗ്സ് കാണിക്കുക, അതിന്റെ അലേർട്ട് മെസ്സേജ് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുക്കുക, അതിന്റെ റെസ്പോൺസ് നോക്കുക. ആ ഒരു പരിപാടിയാണ് സോക്കിൽ ചെയ്യുന്നത്. സോ സോക്കിൽ ജസ്റ്റ് മോണിറ്ററിങ് ആൻഡ് ലോഗ് അനലൈസ് ചെയ്യുക, ടിക്കറ്റ് റൈസ് ചെയ്യുക, ടിക്കറ്റ് ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുക്കുക, ഇന്ന പ്രശ്നങ്ങളാണ് ഉള്ളത്, ഇന്ന പ്രശ്നങ്ങളാണ് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അനലൈസ് ചെയ്യുന്ന പരിപാടിയാണ്. സിംപ്ലി പറഞ്ഞാൽ ജസ്റ്റ് മോണിറ്ററിങ് പരിപാടിയാണ് സോക്കിൽ നടക്കുക. സംഭവം ആക്ച്വലി സിമ്പിൾ ആണ്, പക്ഷെ അത് കുറെ പഠിക്കാനുണ്ട്. നമ്മൾ കമ്പനീസ് പഠിക്കേണ്ടി വരും. അതിന്റെ കമ്പനീസ് മീൻസ് ലൈക്ക് ഇപ്പൊ ജിറ ഉണ്ടാവും, അതേപോലെ ISO, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ബട്ട് ലൈക്ക് നമുക്കൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇങ്ങനെ ടെക്നിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചൂസ് ചെയ്യാനാണ് രണ്ടാമത്തെ കാര്യം, പെൻട്രേഷൻ ടെസ്റ്റിംഗ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതായത് എന്തെങ്കിലും വൾനറബിലിറ്റീസ് ഉണ്ടോ ഇല്ലേ, നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബാണ് പെൻട്രേഷൻ ടെസ്റ്റിംഗ്. ഇപ്പൊ കഴിഞ്ഞ 2 സെക്ഷൻ എടുത്തും ഞാനുള്ളതും പെൻട്രേഷൻ ടെസ്റ്റർ എന്നുള്ള റെസിഗ്നേഷനിലാണ് ഉള്ളത്. ആക്ച്വലി സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആണ്. വെറും പെൻട്രേഷൻ മാത്രമല്ല, നമ്മൾ കമ്പനിയിൽ വരുന്ന ഇപ്പൊ ടൂൾസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് ടൂൾസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്പനിക്കകത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം, അപ്പൊ സോക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതിന്റെ ഏതൊക്കെ ടൂൾസ് ആണോ, സ്പ്ലങ്ക് പോലത്തെ അല്ലെങ്കിൽ വസു പോലത്തെ ടൂൾസുകൾ പഠിക്കാറുണ്ട്. സോ ഒന്നൊരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഐ വിൽ സജസ്റ്റ് യു ലൈക്ക് PT. പിന്നെ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. ഈ ഒരു ടേംസ് എന്ന് പറയുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓർഗനൈസർ സെക്യൂരിറ്റി പോസ്റ്റേഴ്സും ആ കാര്യങ്ങൾ, മാനേജ് വൾനറബിലിറ്റി അസസ്മെന്റ്സ്, ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്പൈലൻസ് കാര്യങ്ങളൊക്കെ പരിപാടി, സെക്യൂരിറ്റി പോളിസീസ് സെറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറെ പേപ്പർ വർക്ക് റിലേറ്റഡ് പരിപാടികൾസ് ആണ് സെക്യൂരിറ്റി അനലിസ്റ്റ്. അപ്പം മോണിറ്റർ വിഭാഗമാണെന്നുണ്ടെങ്കിൽ മോണിറ്റർ വിഭാഗം പറഞ്ഞാൽ സോക്ക് 24/7 ആയിരിക്കും, ബേസിലായിരിക്കും സാധനങ്ങൾ ഉണ്ടാവുക. PT ഞാൻ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്ത് നോക്കാൻ. അപ്പൊ പക്ഷെ ഈ 3 കാര്യങ്ങളിലോട്ട് ചാടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് അറ്റാക്കർ പെർസ്പെക്റ്റീവിലുള്ള മൈൻഡ് സെറ്റ് നിർബന്ധമാണ്. ഇപ്പം ഒരു അലേർട്ട് വന്നിട്ട് അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ അലേർട്ട് എന്താ പഠിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു അറ്റാക്കർ അറ്റാക്ക് ചെയ്യുന്നത് പഠിക്കണം. സോ ആ ഒരു പഠിക്കും ഡിഫെൻഡിങ്ങും നമുക്ക് സോക്ക് അനലിസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ 3 സാധനത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബേസിക് സാധനങ്ങളായിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങും അറ്റാക്കർ പെർസ്പെക്റ്റീവ് നമ്മൾ എന്തായാലും അത് ഉണ്ടാക്കിയെടുക്കണം. ആ ഉണ്ടാക്കിയെടുക്കൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ലാബ്സോ അല്ലെങ്കിൽ CTFs കളിച്ചിട്ടോ, അല്ലെങ്കിൽ CTFs ഒരുപാട് ഓൺലൈൻ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ലോക്കൽ CTFs ആണ്. ഇത് CTF മത്സരങ്ങളായിട്ട് കുറെ സാധനങ്ങൾ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ കമ്പനി തന്നെ ഇപ്പം തുടർച്ചയായിട്ട് 2-3 CTFs ഒക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുള്ള CTFs. അതൊക്കെ കളിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ 3നും പുറമെ വേറൊരു സാധനം കൂടി, ബഗ് ബൗണ്ടി ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അത് കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ 3 പരിപാടിയും വേണ്ട. സോ 3 പരിപാടിയും വേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ അത് ബഗ് ബൗണ്ടി എന്ന് പറഞ്ഞത് അടിപൊളി. പക്ഷെ ഇപ്പൊ നല്ല കോമ്പറ്റീഷൻ പരിപാടിയാണത്. ബഗ് ബൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് കുറെ കമ്പനികൾസും കുറെ ആക്കേഴ്സ്മാരും കൂടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ഈ ബക്ക്ഗ്രൗണ്ട്, HackerOne, അങ്ങനെ കുറെ സാധനങ്ങൾ, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ, പ്ലാറ്റ്ഫോംസ്. നിങ്ങൾ ആരെങ്കിലും ബഗ് ബൗണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഇപ്പം അടുത്തൊരു ന്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ബഗിന് കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് $55,000 ആണ്. ചെറുതായിട്ട്, നേരത്തെ നമ്മൾ ഒരു ടൂള് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് കണ്ടുപിടിച്ചൊരു സാധനം. അത് കൊടുത്തത് $25,000 ആണ്.
അത്യാവശ്യം വലിയ കമ്പനിയാണ് കൊടുത്തത്, സിമ്പിൾ ആയിട്ട് കിട്ടാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ലക്കാണ്. ഞാൻ പറഞ്ഞ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്, നമ്മൾ ഒരുപാട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഇൻവിറ്റേഷൻസ് വരും, അത് ആക്ട് ചെയ്യാൻ പറ്റും, അത് നമുക്ക് അതിൽ കളിക്കാൻ പറ്റും, നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു അടിപൊളി പരിപാടിയാണ് ബഗ് ബൗണ്ടി. സോ ഇത് ഒരു ജോബിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതൊരു സൈഡായിട്ടും ആണെങ്കിൽ എടുക്കാൻ പറ്റും. ബഗ് ബൗണ്ടി നിങ്ങൾക്ക് സൈഡായിട്ടും കൊണ്ടുപോകാൻ പറ്റും. ആ 3 ഓപ്ഷനാണ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ ആൻഡ് സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന സമയത്ത് ഇത് 2 ടീംസ് ഉണ്ട്, ബ്ലൂ ടീമും റെഡ് ടീമും. ബ്ലൂ ടീം എന്ന് പറഞ്ഞത് ഡിഫൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ അതെങ്ങനെ തടയാം, അതെങ്ങനെ ഒരു ഓർഗനൈസേഷനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടീമാണ് ബ്ലൂ ടീം. അതിന്റെ ലോഗ് കാര്യങ്ങൾ, സെക്യൂരിറ്റി മോണിറ്ററിങ്, ആ ഒരു സോക്കൊക്കെ നമ്മുടെ ഈ ബ്ലൂ ടീം ആ ഒരു കാറ്റഗറി. റെഡ് ടീം എന്ന് പറയുമ്പോൾ അറ്റാക്ക് സിമുലേഷൻ ആണ്. അത് നമ്മൾ എങ്ങനെ ഒരു വെബ്സൈറ്റിന് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ളിൽ നുഴഞ്ഞു കയറാം, എങ്ങനെ അതിന് മറ്റേ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് കണ്ടെത്താം എന്ന കാര്യങ്ങൾ ചെയ്യുന്ന ടീംസാണ് റെഡ് ടീം. ഈ രണ്ടും അറിയണം എന്നുണ്ടെങ്കിൽ, 2 കയറണം എന്നുണ്ടെങ്കിൽ 2 പെർസ്പെക്റ്റീവ് നമ്മൾ അറിയണം. ഡിഫൻസ് പെർസ്പെക്റ്റീവ് അറിയണം, അറ്റാക്കർ പെർസ്പെക്റ്റീവ് അറിയണം. എന്ന് 2 അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇത് 2 നമുക്ക് നമ്മളുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ 2 കാര്യങ്ങളും റിക്വയർ ആണ്. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ചൂസിങ് സൈബർ സെക്യൂരിറ്റി, ഇത് ഭയങ്കര ഡിമാൻഡുള്ളൊരു ഒരു കോഴ്സും ഡിമാൻഡുള്ളൊരു ജോബുമാണ് സൈബർ സെക്യൂരിറ്റി. 2020 മുതൽ അങ്ങോട്ട് ഭയങ്കര ഡിമാൻഡ് അതിന്. അപ്പോഴാണ് ആദ്യമൊക്കെ ആൾക്കാർക്ക് അറിയില്ലല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് സെക്യൂർ ആക്കണം എന്നുള്ളത്. ഇപ്പൊ കുറേ ത്രെഡ്സ് ഉണ്ടായിട്ടുണ്ട്, കുറെ ഡാറ്റ ഡിഷുമായിട്ടുള്ള അല്ലെങ്കിൽ കുറെ ബാങ്കിലോ പൈസ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതിനാൽ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാ ഒരു കമ്പനീസിനും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ അറിവിൽ തോന്നുന്നു എല്ലാ കമ്പനീസിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അവയർനെസ് പ്രോഗ്രാം നടത്താറുണ്ട്, ഇതിന്റെ ഒരു അവയർനെസ്, സൈബർ സെക്യൂരിറ്റിന്റെ അവയർനെസ്. അപ്പം അതുമൂലം എല്ലാ കമ്പനിയിലും ഇതിന്റെ ഒരു സ്കോപ്പിന്റെ അളവ് കൂടുതലാണ്. ഇപ്പൊ സോക്കാണ്, ഇപ്പം സോക്കിനൊക്കെ അത്യാവശ്യം നല്ല സ്കോപ്പാണ്, സോക്കിനായാലും പി ടിക്കായാലും. സോ നല്ല സ്ട്രോങ് ഗ്രോത്ത് ആണ്, ഹൈ ഗ്ലോബൽ ഡിമാൻഡ്. ഇനി അങ്ങോട്ട് പോകും തോറും ഇതിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും എന്ന് പറയാനുള്ള കാരണം ഞാൻ അടുത്തതിൽ പറയാം, അടുത്ത സെഷൻ ലൈക്ക് ചാപ്റ്ററിൽ പറയാം. ലൈക്ക് ഇനി പറയാൻ പറഞ്ഞത് റോൾ ഓഫ് എ ഇൻ സൈബർ സെക്യൂരിറ്റി ടുഡേ. ഇപ്പം നമ്മൾ പണ്ടത്തെ മാതിരി ഒരാൾ കുത്തി ഇരുന്നിട്ട് ഓരോ ലൂപ്പുകളും അല്ലെങ്കിൽ ഓരോ ലിങ്കും ഓരോ ഇതിലും കയറി പോയിട്ട് അടിച്ചിട്ടല്ല നമ്മളിപ്പോ ബഗ് കണ്ടെത്താം. അതൊക്കെ കുറച്ച് മുന്നായിരുന്നു. ഇപ്പൊ 3 ഫേസസ് ഉണ്ട് നമ്മളുടെ ബഗ് കണ്ടെത്തുന്നതിന്. ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു ബഗ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ചെയ്യുന്നതിന് 3 പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒന്ന് കുറച്ച് പഴയത്, അതായത് കുറച്ച് പഴയതും ഒരു മിഡിലായിട്ടും ഇപ്പത്തതും. കുറച്ച് പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ഓരോന്നും ഓരോ URLും അല്ലെങ്കിൽ ഓരോ വെബ്സൈറ്റിൽ കയറിയിട്ട്, ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഒരു ഗൂഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗൂഗിളിന്റെ ഓരോന്നിനും കയറിയിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. ഇപ്പൊ പിന്നെ അത് ഒരു സ്ക്രിപ്റ്റിലോട്ടായി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തൺ സ്ക്രിപ്റ്റ്സ് ഇല്ലേ, അതിലോട്ടായി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോ മാനിൽ ഓരോന്നും നോക്കി അതിനെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, അതായത് ഒറ്റ ക്ലിക്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടൂളാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ച് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനുവൽ ടൈം നമുക്ക് വളരെയധികം ഡിക്രീസ് ചെയ്യാൻ പറ്റും. മറ്റേത് ഒരുപാട് ടൈം എലാബറേറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ സാധനം ചെക്ക് ചെയ്യല്. ഇങ്ങനത്തെ ഓരോ ടൂൾസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ടൂൾസ് വെച്ച് ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഗോബസ് ആണെങ്കിൽ നമ്മൾ ഓരോ പാത്തിട്ടിട്ട് വേണം പണ്ടൊക്കെ ചെക്ക് ചെയ്തത്. പിന്നെ ടൂൾ ആക്കിയ സമയത്ത് എന്തായി, നമ്മൾ ആ ടൂൾ ജസ്റ്റ് റൺ ചെയ്ത് കൊടുത്താൽ മതി. ആ ടൂളിനൊക്കെ ഏതൊക്കെ വേർഡ് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടോ ആ വേർഡ് ലിസ്റ്റിലുള്ള എല്ലാ പാത്തും ഓൾറെഡി ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് തരും. സോ ഇപ്പത്തത് അങ്ങനല്ല. ഇപ്പത് AI വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏജന്റ് ആണ്. അത് പറയാനും വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം പറയാനുണ്ട്. അത് MCP വരും. അതിൽ MCP എങ്ങനെ ഏജന്റായിട്ട് കണക്ട് ചെയ്യാന്ന് പറയേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് സംഭവം മനസ്സിലാക്കാൻ, ഈ AI കൊണ്ട് നമ്മളുടെ സൈബർ സെക്യൂരിറ്റി ജോബ്സ് പോകില്ല. പക്ഷെ AI പ്ലസ് സൈബർ സെക്യൂരിറ്റി നോളജ് ഉള്ള ഒരാൾക്ക് ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഒരു AI പിടിച്ചിട്ട്, ഒരു ഏജന്റിനെ പിടിച്ചിട്ട് നമ്മളുടെ ജോലി എളുപ്പമാക്കാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റും. ഇനി ആ AI റോൾ എവിടേക്ക്
വേണ്ടതെന്നുള്ളതിലാണ്. ഒന്ന് ത്രെഡ് ഡിറ്റക്ഷൻ, അതായത് ഇപ്പോൾ ഒരു സാധനം വരികയാണ്, അപ്പം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. ഇന്ന ഒരു ഡാറ്റ വരികയാണെങ്കിൽ മാത്രം ഇത് പിടിക്കുക, അല്ലെങ്കിൽ ഇന്നൊരു ടിപ്പിക്കൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. ആ ഒരു ഇന്ന ഡാറ്റ ഇന്നൊരു സോഴ്സിലാണ് അല്ലെങ്കിൽ ഇന്നൊരു ഡെസ്റ്റിനേഷനിലാണ് വരികയാണെന്നുണ്ടെങ്കിൽ, സെഗ്മെന്റിലാണ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്യാച്ച് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇമ്പ്രൂവ് ചെയ്യണം. ആ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഡാറ്റ എടുക്കും, ആ ഡാറ്റനെ എങ്ങനെയൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അത് ഡിറ്റക്ട് ചെയ്യുക. അപ്പം ഡിറ്റക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുക ചെയ്യുക. അതുപോലത്തെ മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായി. പിന്നുള്ളത് സോക്ക് ഓട്ടോമേഷൻ ആണ്. ഓട്ടോമേഷൻസ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അലേർട്ട് കൊടുക്കുന്നത്, ഇൻസിഡന്റ് റിപ്പോർട്ട്സ്, അതായത് മാനുവലി നമ്മൾ ട്രിഗർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അലേർട്ട് നേരെ ഇൻസിഡൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ എടുത്തിട്ട് ആ അലേർട്ട് ട്രേ ചെയ്യണം. ആ ട്രേ ചെയ്തിട്ട് വേണം അടുത്ത ആൾക്ക് ഇൻസിഡന്റ് റിപ്പോർട്ട്സ് കൊടുക്കാനും വേണ്ടിയിട്ട്. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അലേർട്ട് വരും, ആ അലേർട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി ഇൻസിഡന്റ് റെസ്പോൺസിലോട്ട് പോകണം എന്നുള്ളത്. അപ്പം സിമ്പിൾ ആയിട്ട് ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ട് പോയിക്കോളും. അതാണ് സോക്ക് ബേസ്ഡ് വരുന്നത്. പക്ഷെ പെൻട്രേഷൻ ബേസ്ഡ് വരുന്നതിലാണ് എഐക്ക് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായത്. ഇപ്പൊ കഴിഞ്ഞ CTFs കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ചെക്കന്മാരൊക്കെ യൂസ് ചെയ്യുന്നത് ഏജന്റ് വഴി ഇതെങ്ങനെ ഫ്ലാഗ് കിട്ടാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ്. അതിൽ ഒരുപാട് ആൾക്കാർ ഈ ഏജൻസിന് പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ഏജൻസ് മീൻസ് മോഡൽസിനാട്ടോ. ഈ മോഡൽസിനെ MCP വെച്ച് കണക്ട് ചെയ്യും, എന്നിട്ട് അതിനെ CLA ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ CLAയിൽ പറഞ്ഞു കൊടുക്കും ഞങ്ങളുടെ ഇന്ന വെബ്സൈറ്റ് ആണ്, ഈ വെബ്സൈറ്റിൽ ഫ്ലാഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ അത് ഏജന്റ് ആയതുകൊണ്ട് അതന്നെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് അതന്നെ അടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോയി എവിടെയൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ ടൈം ഉണ്ടല്ലോ, നമ്മൾ മനുഷ്യന്മാർ ആലോചിക്കുന്ന ടൈമിന്റെ ഒരു സംഗതി ഉണ്ടല്ലോ, ഇത് എത്രയോ കുറഞ്ഞ അളവിൽ ഈ സാധനങ്ങൾ ചെയ്ത് പോകും. അതുകൊണ്ടാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരാൾ എഐനെ കുറിച്ചിട്ട് ബോധവാനാവണം എന്ന് പറയാനുള്ള കാരണം ഓൾറെഡി ഇപ്പൊ എല്ലാ കമ്പനീസിനും ആവശ്യമുള്ളത് പെട്ടെന്നുള്ള റിസൾട്ടാണ്. പെട്ടെന്ന് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും സൈബർ സെക്യൂരിറ്റി നമ്മൾ അറിയാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. മീൻസ് നമ്മൾ ടൈം എടുത്തിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ എഐ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ എഐ ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ChatGPT അല്ലെങ്കിൽ ജെമിനിയോ അല്ല കേട്ടോ. അതൊക്കെ LLMs ആണ്. നമുക്ക് ഏജൻസ് ഉണ്ട്, ഇതിന്റെ ഏജൻസ് ഉണ്ട്. ആ ഏജൻസിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഈ ടൂൾസിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതായത് MCP, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ MCP. ആ MCP യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ഏജന്റിനെ നമ്മളെ ടൂൾസിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് അറ്റാക്കർ എടുക്കുന്നത്. ഓക്കെ, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഇത് മെയിൻലി മറ്റേ ഗൂഗിൾ സ്റ്റുഡിയോയിലൊക്കെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അത് VS കോഡിലാണോ? ഗൂഗിൾ സ്റ്റുഡിയോയും VS കോഡും ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ പറ്റില്ലേ? നമുക്ക് ഏജന്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് MCP വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു MCP ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എക്സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാനൽ ഇട്ടാലും. ഇതിപ്പോ നിലവിലുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഓട്ടോമേഷൻ പെൻ ടെസ്റ്റിംഗ് ഏജന്റ് ആണിത്. എക്സ്ട്രൈക്ക് സോറി ഞാൻ ചാറ്റ് കണ്ടിട്ടില്ല. ഒരു ഏജന്റ് എക്സാമ്പിൾ പറയാമോ യൂസ് ആക്കുന്നത്? ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എക്സ്ട്രൈക്ക് ആണ്. ഇത് സെറ്റ് സാധനം. നമുക്ക് ലോക്കൽ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പണിയില്ല. ജസ്റ്റ് നമ്മളെ പ്രോംപ്റ്റ് ചെയ്യൂലേ, നമ്മൾ ChatGPT കൊടുക്കൂലേ, അതുപോലെ കൊടുത്താൽ മതി. നമുക്ക് ഇന്ന സാധനമാണ്, ആ സാധനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി. അത് ഓട്ടോമേറ്റ് ചെയ്ത് സാധനം നമുക്ക് എടുത്തുതരും. ഞാൻ അത് ട്രൈ ചെയ്തൊക്കെ നമുക്ക് CTFs ഒക്കെ സിമ്പിളായിട്ട് പൊട്ടിക്കാൻ പറ്റും. ഇപ്പോൾ ഫയൽ ബേസ്ഡ് CTF ഒക്കെ അല്ലേ, പുഷ്പം പോലെ സാധനം കിട്ടും. എക്സ്ട്രൈക്ക് കൊള്ളാം. എക്സ്ബോ ഉണ്ട്, എക്സ്ബോയും കൊള്ളാം. പിന്നെ പെൻടെസ്റ്റ് ഏജന്റ് ഉണ്ട്, അതും കൊള്ളാം. എക്സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്തതല്ലേ? അത് എക്സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് സാധനമാണ്. MCP ആണ് ആക്ച്വലി, ഒരു MCP ആണ്. ആ MCPയിൽ തന്നെ കുറെ ടൂൾസ് പോലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെബ് ബേസ്ഡ് ആവശ്യമുള്ള ഒട്ടുമിക്ക ടൂൾസും 150+ ടൂൾസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. അതിനെ നമുക്ക് മോഡലിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിനൊരു സെർവർ ഉണ്ടാവും. ഫ്രീ ആണോ? ഫ്രീ ആണെന്ന് വെച്ചാൽ LLMന് ക്യാഷ് കൊടുക്കേണ്ടി വരും. LLM മീൻസ് ഈ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ മോഡൽസ് ഉണ്ടാവുമല്ലോ, LLM മോഡൽസ്, ഇപ്പൊ ജെമിനി ആയാലും ക്ലൗഡ് ആയാലും GPT ആയാലുള്ള മോഡൽസ് ഉണ്ടാവൂലേ, അത് നമ്മളുടെ
ടോക്കൺ മീൻസ് API ഒക്കെ അനുസരിച്ചിട്ടാണ്. ഒലാമ ഫ്രീ ആണ്, അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു സെർവർ ഉണ്ടാവും, ആ ഒരു സെർവറും ഒരു ക്ലയന്റും ഉണ്ടാവും. ആ ക്ലയന്റ് നമുക്ക് വന്നെങ്കിൽ VS Codeൽ സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലൗഡിന്റെ ഒരു ബ്രൗസർ ഉണ്ട് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും, ആന്റിഗ്രാവിറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും, ജെമിനി CLI സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ജെമിനി CLI സെറ്റ് ചെയ്യണം, നമുക്ക് ടെർമിനൽ ഇന്റർഫേസ് കിട്ടും. ചേട്ടാ ഒരെണ്ണം കണക്ട് ചെയ്യുന്ന ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റും? കാണിച്ചു തരാൻ പറ്റും. ഞാൻ ഇന്ത്യയിലെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള സാധനം എടുത്താണ്. ഓക്കെ. സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ചേട്ടൻ ചെയ്യുവാണെങ്കിൽ ഇത് ഇപ്പോഴും പ്രസന്റേഷൻ നടക്കുന്നത് കേട്ടോ. ഓക്കെ. ഞാൻ സെറ്റപ്പ് ചെയ്തിട്ട് കാണിച്ചു അയച്ചിട്ട്. ഓക്കെ.
JDCLA. സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, ബ്രോ ഇത് ഏത് OS ആണ് യൂസ് ചെയ്യുന്നത് പറയാമോ? ഇത് ഉബുണ്ടുവാണോ? ഉണ്ടോ? ഇത് CLA കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണോ? അതെ അതെ, JDCLA കണക്ട് ചെയ്ത് വെച്ചോ. അല്ല ഇത് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മളിപ്പം പ്രോ വെർഷൻ ഇല്ലെങ്കിൽ അവര് ഫണ്ട് മേടിക്കത്തില്ലേ? ഇത്രയും പ്രൊവിഷൻ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ LLM-നാണ് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരിക. നിങ്ങൾക്ക് ഒലാമ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒലാമനെ പിടിച്ചിട്ട് മാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് എക്സ്ട്രാക്റ്റിന്റെ അകത്ത് മാപ്പ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അതായത് ഒരു വിളിക്കുന്ന സമയത്ത് നമ്മളുടെ ഒലാമ ലോക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോക്കലിനായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ലോക്കലിനെ യൂസ് ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ Okay.
ബ്രോ പിന്നെ എക്സ്ബോ എന്ന് പറഞ്ഞ AI ടൂൾ ഉണ്ടല്ലോ, അത് മറ്റേ ഹാക്കർ വണ്ണിൽ ടോപ്പ് വന്ന് അത് ആക്ച്വലി ഇതുപോലാണോ വർക്ക് ചെയ്യുന്നത്? അത് ആക്ച്വലി ഇതുപോലെ അത് സ്റ്റാറ്റിക്, അത് കുറെ പരിപാടി, ഡൈനാമിക് പരിപാടി ഉണ്ട്, സ്റ്റാറ്റിക് പരിപാടി ഉണ്ട്. ഇപ്പൊ വേറെ സാധനങ്ങൾ നിയോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഡിസ്കവറിന്റെ. ഡിസ്കവറി അറിയില്ലേ? നമ്മളെ ന്യൂക്ലിയർ ടൂൾ അറിയാം? നെറ്റ് ഡിസ്കവർ ആണോ? നെറ്റ്വർക്കിംഗ് അല്ലല്ല, ന്യൂക്ലിയർ ടൂൾ അറിയാം? മറ്റേ സ്കാനർ അല്ലേ? അത് ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഓ, നെറ്റ് ഡിസ്കവർ .io ആണോ? ഓരോരു പുതിയൊരു സാധനം ഉണ്ട്, നിയോ എന്ന് പറഞ്ഞൊരു സാധനം. അത് അത്യാവശ്യം സെറ്റാണ്, പക്ഷെ അത് പെയ്ഡാണ്. ഓക്കെ, കണ്ടോ ഇതില്? ഇതില് വെയിറ്റ്, അടിക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ ഓൾറെഡി ഇതിന്റെ MCPനെ മീൻസ് എക്സ്ട്രൈക്കിന്റെ MCPനെ പിടിച്ചിട്ട് ഇതിൽ ഈ CLI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ടൂൾസ് വരുന്നതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക വെബ് ബേസ്ഡ് ടൂൾസും ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ക്ലയന്റിനെ പിടിച്ചിട്ട് സെറ്റ് ചെയ്തിരുന്നത്. അതായത് ഈ കോൺഫിഗിന്റെ അകത്തുള്ള സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഈ ജെമിനിന്റെ കോൺഫിഗിന്റെ അകത്ത് നമ്മൾ MCP JSON എന്ന് പറഞ്ഞിട്ട് ഒരു JSON ക്രിയേറ്റ് ചെയ്യും. അതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന സെർവറിന്റെ അകത്തുനിന്നാണ് യൂസ് ചെയ്യുന്നത്, ആ സെർവറിന്റെ അകത്തുള്ള ടൂൾസുകളാണ് റൺ ചെയ്യുന്നത്, ആ സെർവറിന്റെ അകത്തു നിന്നാണ് സ്പോണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കോൺഫിഗ് ചെയ്തിട്ടിട്ട് അതിനെ മാപ്പ് ചെയ്യണം. നമ്മളെ എക്സ്ട്രാക്റ്റിന്റെ സർവർ ഓൾറെഡി ലിസൺ ചെയ്തിട്ടിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ അതിനെ മാപ്പ് ചെയ്തിട്ട് നമുക്ക് CLI അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ സാധനത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ജസ്റ്റ് എക്സ്ട്രാക്റ്റിന്റെ തന്നെ കാണിച്ചാൽ ബ്രോ ഇതിൽ ജെമിനി പെയ്ഡ് ആണോ എടുത്തിരിക്കുന്നത് അതോ ഫ്രീ? ഇതിന്റെ പെയ്ഡാണോ?
API അല്ലേ? API ടോക്കൺസ് അല്ല ഇപ്പം പ്രോ ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നില്ലേ, അപ്പം അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഇങ്ങനെ. ജെമിനി പ്രോ ഇപ്പം സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പം അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിലെന്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? ബട്ട് API ലിമിറ്റ് ഉണ്ടല്ലോ ഇപ്പം സ്റ്റുഡന്റ് ഫ്രീ. ജെമിനി പ്രോ സ്റ്റുഡൻസിനാണെങ്കിലും API ലിമിറ്റ് ഉണ്ട്. ഏറ്റവും നല്ലത് ഓലാമ പോലത്തെ സാധനം, ഇപ്പൊ അത്യാവശ്യം വലിയ സിസ്റ്റം ആണെങ്കിൽ ഓലാമത്തെ പോലെ സാധനം ലോക്കലി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ലോക്കലിനെ മാപ്പ് ചെയ്ത് കൊടുക്കണം ഏറ്റവും നല്ലത്. നമ്മൾ ഈ ഒരു LLM പോലെ നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിലും ബട്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു പോകും. ഓക്കെ ബ്രോ. ചേട്ടാ ഈ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്ത വല്ല LLM ഉണ്ടോ? ഉണ്ടടാ. നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള? LLM ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെയാണെങ്കിൽ ഓലമയ്ക്ക് വരാതെ എടുത്താ പോരെ? ഒരു GPT ഉണ്ട്. ഇപ്പൊ ഈ ഒരു സാധനല്ലേ ഹാക്കർ GPT ആണോ? ഹാക്കർ GPT ഉണ്ട്. അത് ഒന്നും കൂടിയും നമ്മളുടെ ഒരു അറ്റാക്കർ പെർസ്പെക്റ്റീവിലാണ് സാധനം തരിക. നമ്മൾ ചാറ്റ് GPT പോലല്ല. ഹാക്കറയ്യോ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ടേ. ഇത് ഞാൻ ഇന്ത്യ സൗകര്യം പോലെ അത് ആ രീതിക്കാട്ടോ ഞാൻ ജെമിനി സീരിയൽ ഇന്റഗ്രേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് VS കോഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഏജന്റ് എവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ജെമിനി സീരിയൽ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ അതിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടത്. സിമ്പിൾ പ്രോംപ്റ്റ് ആണത്. കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ടോ? കാണാം. അതിന് സിമ്പിൾ പ്രോംപ്റ്റ് ഞാൻ കൊടുത്താൽ സെക്യൂരിറ്റി എഞ്ചിനീയർ ഈസ് ട്രയലിംഗ് ഔട്ട് CP ടൂൾസ് മൈ കമ്പനി ഓൺസ് വെബ്സൈറ്റ് ലൈക്ക് അവിടെ ചില ചേഞ്ച് and I would like to contact a container എൻ്റെ സമയത്ത് നമുക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കി LLM നമ്മൾ അത്യാവശ്യം നല്ലൊരു LLM ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതന്നെ ഇപ്പം ജസ്റ്റ് ചോദിക്കുന്നുണ്ട് സ്ട്രൈക്ക് ടൂൾ ഇന്റലിജൻസ് കാര്യങ്ങൾ ടൂൾസ് റൺ ചെയ്യണോ വേണ്ടെന്നുള്ളത്. വൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്യും. ഓൾറെഡി ആ ഡാറ്റ കിട്ടും. വെബ് ആപ്ലിക്കേഷൻ ആണ്, സർവീസ് ലെവൽ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ ടെക്നോളജീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അലവൻസ് മാറിയിട്ട് എപ്പോഴും അലവൻസ് രീതിക്കാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഏറൊക്കെ വർക്ക് ഫ്രം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പരിപാടികൾ മൂവ് ചെയ്യാൻ പറ്റും ഈ ഏജൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന രീതിക്ക്. നല്ല നമ്മൾ ആ സ്കെയിലിംഗ് ഉണ്ടല്ലോ, ആ സ്കെയിലിംഗ് കുറച്ചും കൂടി വലുതാവും.
ഒക്കെ റിക്വസ്റ്റ് പോയോണ്ടിരിക്കുന്നു ഇതിന്റെ അകത്ത് കണ്ടോ, സെർവറിന്റെ അകത്ത് ഏതൊക്കെ സാൻഡ് ബോക്സിലാണോ ഇത് റൺ ചെയ്യുന്നത്? അല്ല ബ്രോ, ഓക്കെ. സോ ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ ബാക്കി സെഷനിലോട്ട് മൂവ് ചെയ്യണം. ഇത് അതിന്റെ ഒരു ബേസ് മനസ്സിലായോ, ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിന്റെ? മനസ്സിലായി. ഇതിൽ പിന്നെ റെക്കോണൻസ് ചെയ്തോളൂ അതോ എക്സ്പ്ലോയിറ്റേഷൻ തന്നെ ചെയ്യുമോ, എങ്ങനെയാണ്? ഓ ചെയ്യടാ, നമുക്ക് എടുത്തുകൊണ്ടത് സാധനം കാണിച്ചു തരും. നമ്മളെ റോൾ ഓഫ് ഇനി നമ്മളെ AI നമ്മളുടെ ജോബിനെ റീപ്ലേസ് ചെയ്യോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഷോർട്ട് ആൻസർ നോ ആണ്. സോ റീപ്ലേസ് ചെയ്യും. നമ്മൾ ഇപ്പോഴും ഒരു ബേസിക് സാധനങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോബ് എന്തായാലും റീപ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യുക എന്നതിലാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വരുന്ന ഇമ്പോർട്ടൻറ്റ് മീൻസ് ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡേ അങ്ങനെ തന്നെ. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ പുതിയത് വരുന്നോ അതിനെ കുറിച്ച് പഠിക്കുക, അതിനെ കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കുക, അതിനെ കുറിച്ച് ബോധേഡായിരിക്കുക. അതാണ് ഇവിടെയും. ഇപ്പൊ AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നെങ്കിൽ ആ AI വെച്ച് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ പഠിക്കണം, അതിന്റെ അപ് ടു ഡേറ്റ്, അതായത് എന്തൊക്കെ വരുന്നോ അതിന്റെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. AI വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ AI എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് ഡാറ്റ തരുള്ളൂ. ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ പ്രോംപ്റ്റ് എന്തായാലും നമ്മൾ കൊടുക്കുന്ന രീതിക്കാണ്. സോ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. സോ ഫൈനലി ഫൈനലായിട്ട് ഞാൻ പറയണത് വെച്ചാൽ നമ്മളെ ക്യൂരിയോസിറ്റി ആണ്. നമ്മളിപ്പോൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ, നമുക്ക് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഇത് എങ്ങനെയൊക്കെ ലൂപ്പ് ഹോൾസ് ആണ് ഉണ്ടാവുക, ആ ഒരു ക്യൂരിയോസിറ്റി നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ആണ്. ഇപ്പോൾ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക എന്ന് മാത്രമല്ലാണ്ട് ആ സാധനം എങ്ങനെ ബിൽഡ് ചെയ്തിടുന്നത്, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള സാധനം, ആ ഒരു ക്യൂരിയോസിറ്റിയാണ് വേണ്ടത്, ആ ഒരു മൈൻഡ് സെറ്റ് വേണം. അത് എങ്ങനെയാണ് ഈ ഒരു സാധനത്തിന്റെ ലൂപ്പ് ഹോൾ കണ്ടെത്തുക എന്നുള്ളതിന്റെ വളർച്ച കണ്ടെത്തുക, മീൻസ് വളർച്ച എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റ് വേണം. ഒരു അറ്റാക്കർ മൈൻഡ് സെറ്റ് വേണം. അറ്റാക്കർ മൈൻഡ് സെറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബ്ലാക്ക് ഹെഡ് രീതിയിലല്ല കേട്ടോ. ഇത് എങ്ങനെയാണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് എങ്ങനെ പൊട്ടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആ രീതിക്ക് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു മൈൻഡ് സെറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ഇത് ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ അല്ലെങ്കിൽ നിൽക്കുന്നതല്ല. പുതിയ ടെക്നോളജി ഇനിയും വരാം, പുതിയ കാര്യങ്ങൾ ഇനിയും വരാം. അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ് എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആയാലാണ് നമുക്ക് അതിന്റെ സെൽഫ് ഗ്രോത്ത് വരുള്ളൂ. നമുക്ക് എന്തെങ്കിലും സെൽഫ് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് ചെയ്ത് കൊടുക്കണം. പുതിയ കാര്യങ്ങൾ വരും, അത് പഠിച്ചുകൊണ്ട് നിൽക്കണം. ഇപ്പം ഈ AI ഒക്കെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറെ ഒട്ടുമിക്കും ഈ ഒരു ഏജന്റിക് PT ഏറെക്കുറെ കാര്യങ്ങൾക്ക് അറിയില്ലാന്ന് തോന്നുന്നു. പക്ഷെ കഴിഞ്ഞ CTF സമയത്ത് കുറെ ചെക്കന്മാർ പുറത്തുനിന്നായിരുന്നു. ആ പുറത്ത് ചെക്കന്മാരൊക്കെ ഓരോ ഫ്ലാഗ്സ് എങ്ങനെ എടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്ത് ഇതേപോലെ ഏജന്റ് വഴിയാണ്, CLA വഴിയാണ് കൂടുതൽ ആൾക്കാരും ഫ്ലാഗ് കണ്ടെത്തുന്നത്. സോ ഫ്ലാഗ് കണ്ടെത്താനുള്ള സമയം വളരെ കുറവ്. പെട്ടെന്ന് ഫ്ലാഗ് കണ്ടെത്തിയപ്പോഴാണ് നമുക്ക് ചോദിച്ചത് ഇത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഫ്ലാഗ് കണ്ടെത്താൻ പറ്റുന്നത്, എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പോൾ ആണോ എന്ന് അറിയാനും വേണ്ടിയിട്ട്. സോ അപ്പം അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഏജന്റിക്ക് പോയി യൂസ് ചെയ്തിട്ടാണ് സാധനങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ മാക്സിമം നമ്മൾ AI ബേസ്ഡ് സാധനങ്ങൾ, AI എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മേഖലയിലോട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവരും ബോധേഡാവുക എന്നുള്ളതാണ് കാര്യം. സോ അത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ബ്രോ പിന്നെ CTF-ന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ലൈക്ക് മാനുവലി ഹോസ്റ്റ് ചെയ്ത CTF ആണോ അതോ എങ്ങനെയാണ്? ഓൾറെഡി പ്ലാറ്റ്ഫോംസ്, ഞാൻ കുറച്ച് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് തന്നില്ലേ, ആ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഹോസ്റ്റ് ചെയ്തിട്ടുള്ള CTFs ആണ്. ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ പ്ലേ ചെയ്താൽ അതിൽ OVPN ഉണ്ടാവും, അത് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ചാനൽസ് പ്ലേ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഞാൻ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട് അതിന്റെ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്. വേറെ എന്തെങ്കിലും? പിന്നെ ലൈക്ക് ഇപ്പം എല്ലാരും സ്റ്റാർട്ടിങ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലേണിംഗ് ഗ്രോത്ത് ഉണ്ടാവില്ലല്ലോ. ഗ്രോത്ത് ഉണ്ടാവില്ല. ബട്ട് ഞാൻ പറയുന്നത് ഞാൻ ഫസ്റ്റ് എപ്പോഴും പറയുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതിലാണ്. ഇതിന്റെ എല്ലാത്തിനും ഫൗണ്ടേഷൻ, ഇപ്പൊ നെറ്റ്വർക്കിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്കിംഗിന്റെ ബേസിക്സ്, അതായത് ഫൗണ്ടേഷൻസ് ക്ലിയർ ചെയ്യുന്നതിന്റെ വേണം. നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം എങ്ങനെയാണ് ഒരു ഡാറ്റ പോകുന്നത് എന്നുള്ളത്. അതേപോലെ ലിനക്സിന്റെ ഫണ്ടമെന്റൽസ് അത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഒരു കമാൻഡ് വന്നു കഴിഞ്ഞാൽ ഈ കമാൻഡ് ഇന്ന സാധനങ്ങളാണ് റൺ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്ന് വന്നു കഴിഞ്ഞാലാണ് ബാക്കി എന്തൊക്കെ ഇംപ്ലിമെന്റേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് പറ്റുള്ളൂ, ലോജിക്ക് മനസ്സിലാവുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. ഇത് പിന്നെ നിങ്ങൾക്ക് ChatGPT സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. AI വെച്ചിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക, അത്രയാണ്. മാക്സിമം ഈ ലാബ്സും കാര്യങ്ങളും CTF ചാലഞ്ചസ് ഇല്ലേ, അത് മാക്സിമം ചെയ്ത് നോക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റിയൽ വേൾഡിൽ എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞങ്ങളെ ഓഫീസിൽ ഒരു സീനിയർ ഉണ്ടായിരുന്നു, ടോപ്പ് അണ്ടറിലൊക്കെ ആയിരുന്നു. മൂപ്പര് അത്യാവശ്യം കളിച്ച് അത്യാവശ്യം നല്ലൊരു ഐഡിയുള്ള മനുഷ്യനായിരുന്നു. മൂപ്പര പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ഞാനൊക്കെ ഫ്രണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഗൈഡ് ചെയ്തിന് മൂപ്പര. അപ്പൊ ഓരോരോ പുതിയ ഐഡിയ ഉണ്ടാകുന്ന സമയത്തൊക്കെ മൂപ്പര് ഓരോ ഐഡിയയും കൊണ്ടുവരും. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇത് ചിന്തിക്കാൻ പറ്റൂലേ, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ മൂപ്പർക്ക് കിട്ടുന്നത് വെച്ചാൽ ഇതുപോലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടും ഒരുപാട് ഗെയിംസ് ചലഞ്ചസ് സോൾവ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ മാക്സിമം കുറെ നമ്മളെ മീഡിയ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാക്സിമം എടുത്ത് വായിക്കുക. അപ്പൊ ഒരു ബേസ് ഉണ്ടാവും, ഇങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രീതിക്ക് ലൂപ്ഹോൾസ് കണ്ടെത്താം എന്ന രീതിയൊക്കെ. ആ രീതി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്ത്, ഇപ്പൊ AI ഇംപ്ലിമെന്റേഷൻ ചെയ്യുകയാണെങ്കിൽ ആ രീതി വെച്ചിട്ട്, ആ വായിച്ച അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും ഇന്ന സാധനങ്ങളാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സാധനത്തിലൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫ്ലാഗ് കിട്ടാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബഗ് കിട്ടാമെന്ന് പറയുന്ന ചാൻസ്. പിന്നെ നമുക്കിപ്പം CTF ആണെങ്കിൽ CTF മാത്രം പ്രാക്ടീസ് ചെയ്ത് പോകാമല്ലോ. അപ്പം ഈ കോഡിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സൈഡിലോ എന്തെങ്കിലും വേണോ, അതോ ഡയറക്റ്റ് നമ്മൾ ഈ പ്രാക്ടീസിലൂടെ ഈ മെത്തഡോളജിയും അതേ കണക്ക് ബ്രോ പറഞ്ഞ ആ ലെവലിൽ നമുക്ക് എത്താൻ പറ്റുമോ? ലൈക്ക് മെത്തഡോളജീസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കളിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു മെത്തഡോളജി ഫാസ്റ്റ് ആക്കണ്ടേ. അതായത് എപ്പോഴും നിങ്ങൾ ഒരു സമയത്ത് അത് ചെയ്ത് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ആ രീതിക്കല്ലായിരിക്കില്ലല്ലോ പോവാ. അപ്പൊ ഈ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കണം. അവിടെയാണ് നമ്മളെ ടൂൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ ക്ലിക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആ സാധനം എടുത്തു തരാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പൺ സോഴ്സ് ടൂളുകൾ ഉണ്ട്. ആ ടൂളുകൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ വർക്ക് ഫ്ലോ എന്താണ്. ഇപ്പൊ പൈത്തൺ ഒക്കെ നമുക്ക് പെട്ടെന്ന് ലേൺ ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജാണ്. ഇപ്പൊ കൂടുതൽ ടൂൾസും കിടക്കുന്നത് പൈത്തണിലാണ്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ പൈത്തൺസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഇത് ഇതിന്റെ കാര്യങ്ങൾക്കാണ് ഈ ഒരു ടൂൾ റൺ ആവുന്നത്, ഈ ടൂൾ ഓടുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ടൂൾ ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തം രീതിക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനെ നിങ്ങൾക്ക് ഗിറ്റബിൽ ഇടാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. മെത്തഡോളജി ഒരു പെർസ്പെക്റ്റീവിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചാൻസസ് വഴി കിട്ടും. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോഡൊക്കെ എഴുതിയിട്ട് ആ കോഡ് വെച്ചിട്ട് എടുക്കുന്ന പരിപാടി. ഇപ്പൊ നിങ്ങളെ ടൂൾ ഇപ്പൊ ഗിറ്റബിൽ കിടക്കാതെ ഇരിക്കാം, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് MCP ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നിങ്ങളുടെ ടൂൾ അടിപൊളി ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് MCP കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയെല്ലാം ചെയ്യാം. ഈ ടൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആക്ച്വലി ഉള്ള ടൂൾസ് തന്നെ ഓട്ടോമേറ്റ് ചെയ്യുന്നില്ല, അല്ല നമ്മളായിട്ട് പുതിയ ടൂള് ഫ്രം ലൈക്ക് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ അങ്ങനെ തേടാം,
ഓട്ടോമേറ്റ് ചെയ്ത് ഇപ്പൊ എൻമാപ്പ് പോലത്തെ ഒരുപാട് ടൂൾസ് ഉണ്ട്. എൻമാപ്പ് മാത്രമല്ല, കുറെ നമ്മളെ കോഴ്സ് സ്കാനർ പോലത്തെ ടൂൾസുകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ജസ്റ്റ് അതിന്റെ ഒരു ഐഡിയ അറിയണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അത് ഞാൻ ചോദിച്ചു പറഞ്ഞത്. വേറെ എന്തെങ്കിലും? പിന്നെ ബ്രോ ലൈക്ക് ഈ ഫീൽഡിലോട്ട് വന്നൊരു പാത്ത് എന്ന് പറയാമോ, ലൈക്ക് എങ്ങനെയാണ് വന്നത്, ലൈക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ത്രൂ ആണോ എന്ന്? ഡിഗ്രി മാറ്റേഴ്സ് ബ്രോ, ഡിഗ്രി നിർബന്ധമാണ്. നമുക്ക് ഒരു ചിലപ്പം ചില സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ കയറണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിഗ്രിയുടെ ആവശ്യം വരില്ല. നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് നോളജോ അല്ലെങ്കിൽ ബേസിക് ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാം. ബട്ട് നമുക്കൊരു ഒരു സ്റ്റാർട്ടപ്പിൽ കയറിയിട്ട് നമുക്ക് MNC പോലത്തെ കമ്പനികളിൽ പോകണം, അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഒരു ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കയറണം എന്നുണ്ടെങ്കിലൊക്കെ ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി മസ്റ്റ് ആണ് ബ്രോ. പിന്നെ നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. CH പോലത്തെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, OSCP പോലത്തെ സർട്ടിഫിക്കേഷൻ, അതിനൊക്കെ വാല്യൂ ഉണ്ട് കേട്ടോ. ഇപ്പൊ ബേസിക്, ഇപ്പൊ നിലവിൽ ബേസിക്സ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ബേസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് CH ആണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് സർട്ടിഫിക്കറ്റ് OSCP ആയിട്ട് മാറാം. അതൊന്നുകൂടെ പറയാ സർട്ടിഫിക്കറ്റിന്റെ പേര്. സർട്ടിഫിക്കറ്റിന്റെ പേര്, ആ സർട്ടിഫിക്കറ്റിന്റെ പേരൊന്ന് CH ഞാൻ ഇട്ടാം, ചാനലിട്ടാം. ശരി, നമ്മൾ ഈ ഫോറൻസിക് മേഖലയിൽ എങ്ങനെയായിരിക്കും ഈ സൈബർ ഫോറൻസിക്കില് ആ മേഖലയില് നമ്മൾ അറ്റാക്ക് പെർസ്പെക്റ്റീവ് അല്ലാത്ത പല ഡൊമൈൻസ് സാറ് പറഞ്ഞില്ലായിരുന്നോ, ചേട്ടൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ സോക്ക്, സെക്യൂരിറ്റി അനലിസ്റ്റ്, അതേപോലെ നമ്മുടെ ഈ സൈബർ ഫോറൻസിക്കിന്റെ എങ്ങനെയായിരിക്കും ഒരു ഗ്രോത്ത് വരാൻ ചാൻസ്? അത് കൂടുതലും കോർപ്പറേറ്റ് കാര്യങ്ങളല്ലല്ലോ, അതാ ചോദിച്ചത്. അതല്ലടാ ബ്രോ, ഡാറ്റാബേസിലാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഇവന്റെ ഒന്ന് ഇട്ടോട്ടെ, എന്നിട്ട് അതിലോട്ട് വരാം. ബ്രോ വേറെന്തോ ചോദിച്ചില്ലേനോ എന്തേലും? ഡിജിറ്റൽ ഫോറൻസിക്കിന്റെ കാര്യം ചോദിച്ചോട്ടെ. ഓക്കെ ബ്രോ, അത് നമ്മളുടെ ഈ മാൽവെയർ അറ്റാക്സ്, അതേപോലെ ഇൻസിഡന്റ് റെസ്പോൺസ് ഇല്ലേ, ആ പരിപാടി ഡിജിറ്റൽ പരിപാടികളായിരിക്കും. അതായത് ഇൻസിഡന്റ് റെസ്പോൺസ്, ഇപ്പൊ റാൻസംവെയർ അറ്റാക്ക് ഉണ്ടായി, അത് എങ്ങനെയാണ് അറ്റാക്ക് ഉണ്ടായത് മുതൽ ആ ഒരു അറ്റാക്ക് നടന്നില്ലേ, ആ നടന്ന ഇൻസിഡന്റ് റെസ്പോൺസ് ആണ്. അതായത് എങ്ങനെ അതിന്റെ റൂട്ട് കോസ്, RIC ഒക്കെ പറയും, റൂട്ട് കോസ് RCA എന്നൊക്കെ പറയും. റൂട്ട് കോസ് കണ്ടെത്തുക, അതിനെ എങ്ങനെയാണ് വന്നത് കണ്ടെത്തുക, എവിടുന്നാണ് വന്നത് കണ്ടെത്തുക, ആ ഒരു പരിപാടികളാണ് ഫോറൻസിക്കിൽ കൂടുതൽ ഉണ്ടാകുന്നത്. ഇൻസിഡന്റ്സ് ആണ്, ഫ്രോഡ് കേസസ് ആണ്. അപ്പം ഇതില് നമുക്ക് എങ്ങനെയായിരിക്കും അതിന്റെ കരിയർ എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു ഇതിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ആരും പറയുന്ന കേട്ടിട്ടില്ല, അതാ.
അപ്പൊ ഈ വൈറസും അറ്റാക്സ് ഒക്കെ ഉള്ളിടത്തോളം കാലം ഈ ജോബിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും കേട്ടോ. അല്ല ഇതിപ്പം ഏതിലായിരിക്കും നമ്മുടെ ഗവൺമെന്റിലോട്ടായിട്ടാണ് ഇത് കൂടുതലും വേണ്ടി വരുന്നത്? അല്ല ബ്രോ, നമ്മളുടെ ഒരു കോപ്പറേറ്റീവിൽ അറ്റാക്ക് വരാന്നുള്ളത് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആണെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. സോ അവിടെ അറ്റാക്ക് വരുന്നിടത്തൊക്കെ ഇത് ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഈ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് അപ്പൊ നമുക്ക് പ്രൈവറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുമോ? Of course, bro. ഈ റോളുകളൊക്കെ കണ്ടില്ലേ, ഈ മാൽവെയർ അനലിസ്റ്റ്, ഡിജിറ്റൽ ഫോറൻസിക് അനലിസ്റ്റ്, സൈബർ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ. അതാ ചോദിച്ചത്, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അതാ ഞാൻ എന്നോട് ചോദിച്ചത്. ഇങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളെ പറയുള്ളൂ. ലൈക്ക് ഒന്ന് സോക്കും ഒന്ന് PT, VAPT. അപ്പം നമുക്ക് അതിലും സ്കോപ്പ് ഉണ്ടല്ലോ അല്ലെ? സ്കോപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ടുള്ള എന്തെങ്കിലും ചേട്ടൻ അറിയാം, ചേട്ടൻ നോളജ് വെച്ചൊന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും? അതായത് അത് പഠിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന്. ഈ സെയിം ഇത് തന്നെ എന്തായാലും അറ്റാക്കർ മെത്തഡോളജി നമുക്ക് എല്ലാവർക്കും അറിഞ്ഞേ പറ്റും, ഫോറൻസിക്കിലാണെങ്കിൽ. ആ ഒരു പരിപാടി എന്തായാലും അറിയണം. ഒരു അറ്റാക്ക് പെർസ്പെക്റ്റീവ്, ഡിഫെൻഡിങ് പെർസ്പെക്റ്റീവ് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ നിൽക്കാൻ കഴിയും. ഈ സോപ്പിലൊക്കെ കേറിയിട്ട് വേണമെങ്കിൽ അത് പഠിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. മോണിറ്റർ ചെയ്യുന്ന പരിപാടിയില്ലേ? ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷനോട് താല്പര്യമുള്ള, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓ അങ്ങനെ. ഈ ഡിജിറ്റൽ ഫോറൻസിക് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുമോ? ബ്രോ, ഡിജിറ്റൽ ഫോറൻസിക്കിലാണ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാൽവെയർ, റാൻസം അറ്റാക്ക് നടന്നു വിചാരിക്കും, അതിന്റെ RCA കണ്ടെത്തുന്നത്. ഈ സൈബർ ക്രൈം കേസസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ പറഞ്ഞ മാതിരി ഇതാണ്, ഫോറൻസിക് പരിപാടികളാണ്. ക്രിപ്റ്റോ പരിപാടീസ്. ശരിക്കും പറഞ്ഞാല് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്നതാണ് നമ്മളെ പെൻ ടെസ്റ്റിംഗ് ഇല്ലേ. പെൻ ടെസ്റ്റിംഗ് ഉള്ളത് പ്രിവെന്റ് പ്രോബ്ലംസ് ആണ്. ഫോറൻസിക് ഉള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ആണ്. അതായത് എങ്ങനെ കണ്ടെത്തി, എവിടുന്ന് വന്നു എന്നുള്ള സാധനങ്ങളുണ്ടല്ലോ, ആ പരിപാടിയാണ് ഫോറൻസിക്. ചേട്ടനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയില് നമുക്ക് ഈ ഫോറൻസിക്കിന്റെ അത് റിലേറ്റഡ് ആയിട്ട് ഫീൽഡിലുള്ള ആളുകളുണ്ടോ? ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഒരു ചലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരാള് അത്യാവശ്യം നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവില് മാൽവെയർ കയറിയായിരിക്കാം, അതിന്റെ RCA ഒക്കെ കണ്ടെത്താനും വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, ഫോറൻസിക് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു ധാരണ വേണം, ഇത് എങ്ങനെയാണ് വരുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊരു അതാണ് ഞാൻ പറഞ്ഞത്, ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാവുന്നതാണ് മെയിൻ. വരുന്നതും അത് ഡാറ്റ എങ്ങനെ പാസ് ചെയ്യുന്നത്, ആ ഡാറ്റയുടെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ധാരണ, അതൊക്കെ വേണം.
ഫൗണ്ടേഷൻ മാക്സിമം ക്ലിയർ ചെയ്യാം, എന്നാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഫൗണ്ടേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നമായിട്ടാണ് നമുക്ക് പിന്നെ പുതിയ സാധനം വരുമ്പോഴും നമുക്ക് കുറെ അത്യാവശ്യം ഇതെങ്ങനെ ഡാറ്റ പോകണമെന്നുള്ള ഡൗട്ട് വരിക. ഓൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ ബേസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പഠിച്ച് കയറാൻ പറ്റും. പിന്നെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ബേസ് നോർമലി പഠിക്കുമ്പോൾ നമ്മള് യൂട്യൂബ് അത് കണക്ക് ഗൂഗിൾ അങ്ങനെ ഒരുപാട് റിസോഴ്സ് ആയിട്ടാണ് പഠിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ പുതിയൊരു ഇത് വരുന്ന ടൈമിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. സ്റ്റിൽ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു. ലൈക്ക് നമ്മൾ CTF ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ വേറെ സംഭവം ചെയ്യുവാണെങ്കിലോ സ്റ്റിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു സംഭവം മിസ്സിംഗ് ആണ്, അങ്ങനെ വരാറുണ്ട്. ബ്രോ സംഭവം നമ്മൾ ഗ്യാപ്പ് എന്തായാലും ഫീൽ ചെയ്യും. കാരണം വെച്ചാല് ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ കണക്ട് ആവുകയാണ്. അത് ഈ തുടക്കത്തിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പഠിക്കുന്നതിന്റെ പ്രശ്നമാണ്. നമ്മള് വലിയൊരു ഏരിയ ആയതുകൊണ്ട് കുറെ ഇത് പഠിക്കാനുണ്ടാവും. അപ്പം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിച്ചു പോവുക. അതാണ് ഞാൻ പറഞ്ഞത്, കൺസിസ്റ്റൻസിയാണ്. അത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇട്ട് പോയല്ല, പഠിച്ച് കയറലാണ് വേണ്ടത്. മനസ്സിലായോ? കൺസിസ്റ്റൻസി പേരാണ് ബ്രോ. ബട്ട് സ്റ്റിൽ ഞാൻ ആക്ച്വലി ട്രൈഹാക്കിംഗ് ആണ് ചെയ്യാറുള്ളത്. ബട്ട് CTF കുറെ കാര്യം, പക്ഷെ സ്റ്റിൽ കുറെ പഠിച്ചിട്ടും കുറെ റൂംസ് ഉള്ളിട്ടും സ്റ്റിൽ ഒരു CTF വരുമ്പോൾ സ്റ്റിൽ ആ ഒരു കൂടുതൽ കാണാറുണ്ടോ? കിട്ടാത്തപ്പോ മാക്സിമം കിട്ടാത്തപ്പോ മാത്രം വാക്ക് ത്രൂ നോക്കാം. ഞാൻ കിട്ടാത്തപ്പോ നോക്കാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പൊ ഒരു 30 ട്രൈ നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 30 സോൾവിങ് സ്കില്ലാണ് കൂടുതൽ. 30 വട്ടം പല രീതിയിലായിരിക്കും ഇത് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവുക. 30 വട്ടം ആ സ്കില്ലാണ് കൂടുതൽ. മാക്സിമം വാക്ക് ത്രൂ പറ്റാതായാൽ മാത്രം വാക്ക് ത്രൂ നോക്കാം. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സിമിലർ വന്നു കഴിഞ്ഞാലും വേറെ മെത്തേഡിലായിരിക്കും സോൾവ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇനിഷ്യലി ഒരു മെത്തേഡിൽ കൂടെ സോൾവ് ചെയ്യുമ്പോഴും അത് കാണത്തില്ല, വേറെ മെത്തേഡ് ആയിരിക്കും. ചിലപ്പോ അതിൽ വേറെ മെത്തേഡ് ഉണ്ടാവും. അത് എനിക്ക് ചിലപ്പോൾ അടുക്കനെ കണ്ടെത്താൻ പറ്റും. അതായത് പറഞ്ഞത് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പൊ കിട്ടില്ലാന്ന് വിചാരിച്ചു അപ്പൊ തന്നെ വാക്ക് നോക്കാണ്ട് അവിടെ എന്തൊക്കെ ചാൻസസ് വരും നമുക്ക് അന്വേഷിച്ചിട്ട് അതിനെ ട്രൈ ചെയ്താൽ നോക്കുക. പിന്നെ ബ്രോ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തതും അത് കണക്ക് ലൈക്ക് ഈ ലെവലിൽ എത്താനും മെയിൻ റീസൺ CTF തന്നെയാണോ അതോ ലൈക്ക് വേറെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ CTFs ഒക്കെയാണ്? പക്ഷെ ഞങ്ങളെ മെന്റേഴ്സ് അടിപൊളിയായിരുന്നു ബ്രോ. ലൈക്ക് ഞാൻ പറഞ്ഞില്ല കമ്പനി കയറിയത് പറഞ്ഞേ, കമ്പനി കയറിയ സമയത്ത് നമ്മളെ സീനിയേഴ്സ് അത്യാവശ്യം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മീൻസ് അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് ചെയ്യല്ലേ ചെയ്യാം. സ്പൂൺ ഫീഡിങ് നമ്മളെ മടിയന്മാരെ ആക്ച്വലി ചെയ്യാം. മൂപ്പര് ഒരു സാധനം നിന്നിട്ട് അത് എടുത്ത് നോക്കാൻ പറയും. അപ്പൊ നമ്മൾ അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിയിട്ട് ആണ് മനസ്സിലാക്കുക. മൂപ്പര് ഇന്ത്യൻ കാര്യങ്ങളും കൂടെ ചെന്നാലാണ് അത് കിട്ടാന്നല്ല പറയാം. അത് എടുത്തിട്ട് നോക്കാൻ പറയുമ്പോൾ നമ്മൾ പല ഭാഗത്ത് പോയി സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങളെ മെന്റേഴ്സ് അടിപൊളിയായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ മൂപ്പരൊക്കെ സെറ്റ് ആയിരുന്നു. മൂപ്പരപ്പൊ ഞാൻ കൂടുതൽ ടെസ്റ്റിങ്ങിന് പോയത് മൂപ്പരപ്പോഴാണ്. മൂപ്പര കുറെ ഐഡിയാസ് ഉണ്ടാവും. മൂപ്പര എക്സ്പീരിയൻസസ് ആണത്. മൂപ്പര കുറെ ഐഡിയാസസ് ഉണ്ടാവും. ഐഡിയാസ് നമുക്ക് പറഞ്ഞുതരും. നമുക്ക് ഒരു നോളജ് ആണ്. പിന്നെ ഫിസിക്കലി ടെസ്റ്റിംഗ് പോയിട്ടുണ്ടോ? അത് ഞാൻ ഇൻഫ്രാ ടെസ്റ്റിങ്ങിന് പോയിട്ടുണ്ട്. ഇൻഫ്രാ ടെസ്റ്റിങ്ങിന് ഇങ്ങനെ പുറത്ത് പോയിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ ഈ കമ്പനീസിന് സ്പെസിഫിക് ടൂൾസോ അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഓപ്പൺ സോഴ്സ് കിട്ടാത്ത അങ്ങനെ എന്തൊക്കെയാണോ ടൂൾസോ അല്ലെങ്കിൽ റിസോഴ്സോ? അത് സോക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി കുറെ CM ടൂൾസ് ഉണ്ട് ബ്രോ. ലൈക്ക് വസു അല്ലെങ്കിൽ സ്പ്ലഗ് പോലത്തെ കുറെ ടൂൾസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ AI ബേസ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് ഫുള്ള് ഈ ഏജന്റിക് പരിപാടി ആയിരിക്കും. മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്ത് പോവാ. ബ്രോ പിന്നെ ഹാക്ക് ദ ബോക്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ബിഗിനർ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാൻ പറഞ്ഞ ട്രൈയാണ്. പിന്നെ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞില്ല ബഗ് ഹണ്ടിങ് പരിപാടി, അതും ഈ സൈഡിലൂടെ ചെയ്തു പോയിക്കോ. അതും ഈ റിയൽ വേൾഡ് തന്നെ, അതായത് ഒരു പ്രൊഡക്ഷൻ സൈറ്റ് പോലെ തന്നെയാണ് അത് തരാ. അതില് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
വേറെ ഉണ്ടോ? Okay, fine. എന്താ ബ്രോ? ചേട്ടാ ലിങ്കിന്റെ അത് പ്രൊഫൈലില് ഓക്കെ ബ്രോ. ഓക്കെ ശരി. പറഞ്ഞോ. ഓക്കെ, നാളെ CTF ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഈ മറ്റേ പ്രീവിയസ് ആയിട്ടുള്ള 2 ക്ലാസ് കണ്ടാ മനസ്സിലാവുമോ? ഇത് മനസ്സിലാവാൻ റീസൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പുള്ളി കോൺഫിഗറേഷൻ ചെയ്താണ് കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാൻ. അല്ലാതെ CTF എന്താണ് അതിലോട്ട് ഇറങ്ങിയിട്ടില്ല, പ്രാക്ടിക്കലി വന്നിട്ടില്ല. അത് ഇന്റഗ്രേഷൻ. എനിക്ക് സൈബർ സെക്യൂരിറ്റി കുറച്ച് ബേസിക്സ് അറിയുള്ളൂ. ഞാൻ ഈ അടുത്ത പ്രോട്ടോടൈപ്പിനെ കുറിച്ച് ക്ലാസ് ഒക്കെ കേൾക്കാൻ തുടങ്ങി. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല. അതുകൊണ്ടായിരിക്കും മനസ്സിലാവാത്തത് അല്ലേ? ഈ ഇന്റഗ്രേഷൻ പുതിയതാണ്, ഈ പുതുതായിട്ട് വന്ന സംഭവമാണ്.